കൊല്ലത്ത് അഷ്ടമുടി കായൽ തീരങ്ങളിൽ കണ്ടൽ തൈകൾ നട്ട് കോർപ്പറേഷൻ. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന സന്ദേശം ഉയർത്തിയാണ് കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കണ്ടൽ വനവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, നാഷണൽ സർവീസ് സ്കീം, മത്സ്യത്തൊഴിലാളി സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശ്രാമം KTDC ഹോട്ടലിന് സമീപമുള്ള അഷ്ടമുടി കായലിന്റെ തീരങ്ങളിലാണ് കണ്ടൽ തൈകൾ നട്ടത്. 1000-ഓളം തൈകൾ അഷ്ടമുടി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടു. കായലിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ടൽ തൈകൾ നട്ടത്. അഷ്ടമുടി കായൽ മലിനമായതിനെ തുടർന്ന് മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ളവയ്ക്ക് കുറവ് സംഭവിച്ചതിനെ തുടർന്ന് കായലിന്റെ പഴയ അവസ്ഥ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ടൽ തൈ വനവൽക്കരണം നടപ്പാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു. നമ്മുടെ പ്രകൃതിയുടെ ശ്വാസകോശമാണ് ഈ കണ്ടൽ. ആവാസ വ്യവസ്ഥയുടെ വൃക്കയാണ്. കാരണം ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ, ആഗോളതാപനം ഇതെല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് കാർബൺ എമിഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ആഗിരണം ചെയ്യുന്നതിന് ഏറ്റവും നല്ല പ്രകൃതിയുടെ ശ്വാസകോശമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ കണ്ടലാണ്. അതുപോലെ തന്നെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന വെള്ളം, ഏറ്റവും കൂടുതൽ ചെളികൾ കൊണ്ട് നിറയുന്ന വെള്ളം, അതിനെ നമ്മുടെ കണ്ടലിൻ്റെ വേരുകളാണ് ശുചീകരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ആവാസ വ്യവസ്ഥയുടെ വൃക്കയാണ് കണ്ടൽ. ഇപ്പോൾ ലോകമെമ്പാടും വേണ്ട 57 ഇനം കണ്ടലാണ് ഉള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു 17 ഇനം കണ്ടൽ നമ്മുടെ കേരളത്തിൽ ഈ കൊല്ലത്തുണ്ട്. റാംസർ സൈറ്റിൽപ്പെട്ട അഷ്ടമുടിയിലാണ്. അപ്പം ആവാസ വ്യവസ്ഥ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും അതുപോലെ വിവിധ ഇനം മത്സ്യങ്ങൾ, വിവിധ ഇനം കക്ക, കൊഞ്ച്, ഇവരെല്ലാം തൊഴിലാളികളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു സമയത്ത് ഇതെല്ലാം ഇതിൻ്റെ കേന്ദ്രമായിരുന്നു, നമ്മുടെ ഉപജീവന മാർഗമായിരുന്നു. ഇന്ന് കക്കയുമില്ല, കൊഞ്ചുമില്ല, മീനുമില്ല. പൂയാവാലി എന്ന് പറയുന്ന മത്സ്യം നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഇതെല്ലാം നശിച്ചു. പക്ഷേ ഇന്നിപ്പോൾ അഭിമാനത്തിൽ പറയാൻ സാധിക്കുന്നത് ഏതാണ്ടൊരു കഴിഞ്ഞ 2 വർഷക്കാലമായി നടത്തുന്ന വലിയ ഒരു പോരാട്ടം തന്നെയാണ്. എല്ലാ പ്രകൃതി സ്നേഹികളും, രാഷ്ട്രീയമില്ല ഇതിന്, പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല, ജാതി മതം ഒന്നുമില്ല. ആരാണോ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ വരും തലമുറയ്ക്ക് വേണ്ടി ഇത് മാറ്റിവെക്കണം. അങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയിൽ ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് പുറത്തേക്ക് തരുന്ന ആ വലിയ ഒരു ശ്രേണി തന്നെയാണ്. ഇപ്പോൾ കണ്ടൽകാട് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വലിയ വലിയ നഗരങ്ങൾ ഇതെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചും കുറേ കാടുകൾ നശിക്കപ്പെട്ടിട്ടുണ്ട്, പകരം വെച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മളിവിടെ മനോഹരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കുറച്ച് തടസ്സങ്ങളുണ്ട്. നമുക്ക് പുള്ളിക്കട എന്ന് പറഞ്ഞൊരു ചേരി ഭാഗത്ത് കുറേ അധികം ആൾക്കാർ താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ വെള്ളങ്ങളെല്ലാം ഒഴുകി വരുന്ന ശുചീകരിച്ച് അയക്കാനുള്ള പദ്ധതി ഞങ്ങൾ വെച്ച് കഴിഞ്ഞു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അവിടുന്ന് ഒഴുകി വരുമ്പോൾ അതിൻ്റെ കണ്ടലുകൾ കുറേ ഭാഗത്ത് തടഞ്ഞു നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മാറ്റി വെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കളക്ടർ മുമ്പിൽ തന്നെ മീറ്റിംഗ് വെച്ചു. അപ്പോൾ അവിടെ വന്ന നിർദ്ദേശം നമുക്ക് പിഴുന്ന് നശിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രകൃതിയുടെ ശ്വാസകോശമാണ്, ആവാസ വ്യവസ്ഥയുടെ വൃക്കയാണ്. അത് നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത്. പകരം ആ ഒരു സ്ഥലത്തോട് മാറ്റിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ കളക്ടർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തു, ഞങ്ങൾ ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ പറയും മരം ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ 10 മരം വെക്കണമെന്ന്. അത് അസാധ്യമാണ്. ഒരു മരം നിൽക്കുന്നിടത്ത് ഇപ്പം മുറിച്ച് 10 മരം വെക്കാൻ പറ്റത്തില്ല. പക്ഷെ കണ്ടലതല്ല. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചേക്കുന്ന 1000 കണ്ടൽ വെക്കാനാണ്. ജില്ലാ കളക്ടർ N. ദേവിദാസ് മുഖ്യ അതിഥിയായിരുന്നു. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, മുൻ മേയർ ഹണി ബെഞ്ചമിൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, പരിസ്ഥിതി പ്രവർത്തകർ, NSS അംഗങ്ങൾ, കടലിന്റെ മക്കൾ, കലാ സാംസ്കാരിക സമിതി, അഷ്ടമുടിക്കായൽ കക്കാ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു.